ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിലെ പാർട്ട് 9 ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചത് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈം മീൻസ് എവിടെ വെച്ചാണ് ഞാൻ തെറ്റ് പറയുന്നത് എന്ന ഭാഗം നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിട്ടാൽ ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വന്നിട്ട് നോർമൽ പ്ലോട്ട്സ് ആണ്, മീൻസ് നമ്മുടെ റെസിഡ്യുവൽ പ്ലോട്ട്സ്. റെസിഡ്യുവൽ പ്ലോട്ട്സിൽ വരുന്നതാണ് നോർമൽ ക്വാണ്ടൈൽ പ്ലോട്ട്സ്, റെസിഡ്യുവൽ എഗെയിൻസ്റ്റ് ഫിറ്റഡ് വാല്യൂസ്, റെസിഡ്യുവൽസ് എഗെയിൻസ്റ്റ് റിഗ്രഷൻ, റെസിഡ്യുവൽസ് എഗെയിൻസ്റ്റ് ടൈം. ഓക്കെ, അപ്പം എന്താണ് നോർമൽ ക്വാണ്ടൈൽ പ്ലോട്ട് നമുക്കറിയാം. ഓക്കെ, ക്യൂ ആൻഡ് ക്യൂ പ്ലോട്ട്, അതിന് വേറൊരു പേരാണ് ക്വാണ്ടൈൽ പ്ലോട്ട്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് നോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെസിഡ്യൂസ് എഗെയിൻസ്റ്റ് ഫിറ്റഡ് വാല്യൂ വരുന്നത് ചെക്കിംഗ് കോൺസ്റ്റന്റ് വേരിയൻസ് ഓർ ലീനിയാരിറ്റി ആണ്, നോൺ ലീനിയാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. റെസിഡ്യൂസ് എഗെയിൻസ്റ്റ് റിഗ്രഷനിൽ വരുന്നതാണ് വേരിയൻസ് ഓർ നോൺ ലീനിയാരിറ്റി. റെസിഡ്യൂസ് എഗെയിൻസ്റ്റ് ടൈമിൽ വരുന്നതാണ് ഓട്ടോ കറക്ഷൻ. മെയിനായിട്ട് റെസിഡ്യൂവൽ പ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു റെസിഡ്യൂവൽസ് എല്ലാം ഒരു പാറ്റേൺ ഓഫ് മീൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വാല്യൂസ് നമുക്ക് ഓൾറെഡി ഞാൻ അത് ഡിസ്കസ് ചെയ്തായിരുന്നു പ്രോബ്ലമായിട്ട് അല്ല. അതെങ്ങനെയായിരിക്കും, അതിന് നമ്മൾ ഒരു പ്ലോട്ട് നമുക്ക് മീൻസ് ഗ്രാഫ് കിട്ടും, അതിന് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ വരും, മീൻസ് ലീനിയർ ആയിട്ട് നേരെ വരികയാണെങ്കിൽ അതൊരു യൂണിഫോം പ്ലോട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. ഓക്കെ, അത് വന്നിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് for computing a sample with a target distribution to see there is any obvious violation of assumption. Desired pattern if truly comes from distribution, then the points of QQ plot should close follow time y equal to x. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വാല്യൂസ് വന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, മീൻസ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ആ ഒരു പോയിന്റ്സ് എല്ലാം അതിൽ വരണം. അങ്ങനെയാണെങ്കിൽ അതൊരു നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ. സ്റ്റെപ്പ് 1, ഗിവ് ഈച്ച് പോയിന്റ് ഇറ്റ്സ് ഓൺ ക്വാണ്ടൈൽ. ഓക്കെ, സ്റ്റെപ്പ് 2 വന്നിട്ട് get yourself a uniform distribution. Step 3 വന്നിട്ട് add same quantities of distribution created for data. അടുത്തിട്ട് സ്റ്റെപ്പ് 4 വന്നിട്ട് draw Q and Q graph. ഓക്കെ, അപ്പം എന്താണ് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്വാണ്ടൈൽ വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് J -0.5 ഡിവൈഡഡ് ബൈ N ചെയ്യുമ്പോൾ നമുക്ക് അത് എന്താ പറയുക കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊരു ഗ്രാഫിൽ നമ്മൾ നോക്കണം അല്ലേ. ഗ്രാഫിൽ നോക്കുന്നതിന് മുൻപ് തന്നെ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ് ഒക്കെ ദൂരെ മീൻസ് ഇവിടെ കണ്ട വാല്യൂസ് ഒക്കെ ദൂരെ വരികയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് ആണ് ദൂരെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ബെൽ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇതൊരു യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂസ് എല്ലാം ഒരു പ്ലോട്ടിലോട്ട് നമ്മൾ ഇടണം. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം എന്താ പറയുക ഒരു യൂണിഫോം അല്ല, പക്ഷെ സ്ട്രെയിറ്റ് ലൈനിലാണ് വരണമെങ്കിൽ, ഇതുപോലെയാണ് വരണമെങ്കിൽ നമുക്ക് അതൊരു ക്യൂ ആൻഡ് ക്യൂ പ്ലോട്ട് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലോട്ട് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഈ പേജിലോട്ട് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വന്നിട്ട് എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നതെന്ന്. ഓക്കെ, മനസ്സിലാവാത്ത ഏത് ഭാഗമാണെന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, മെസ്സേജ് അല്ല, കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, റെസിഡ്യുവൽ ഓവർ ഫിറ്റഡ് വാല്യൂസ്.
The plot may be used to check the constant variance assumption of model error. ഈ ഒരു റെസിഡ്യൂവൽ ഓർ ഫിറ്റഡ് വാല്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് കോൺസ്റ്റന്റ് വേരിയൻസ് അസംഷൻ മോഡൽ എററിലുള്ള എന്താ പറയുക ഇതിലുള്ള കോൺസ്റ്റന്റ് വേരിയൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മോഡൽ എററിലുള്ള കോൺസ്റ്റന്റ് വേരിയൻസ് അസംഷൻ ആണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണോ അല്ലയോ. ഇപ്പൊ ഇത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അസംഷൻ വന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ അതിന്റെ റെസിഡ്യൂവൽസ് വന്നിട്ട് നമുക്ക് അൺറിവെയിൽ ആയിട്ട് വരും. മീൻസ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന എന്താ പറയുക കോൺഫിഗറേഷൻ ഇൻ എ ബോക്സ്, ഫണൽ, ഡബിൾ ബോ, കർവേച്ചർ ഒക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്ലോട്ട് ഓഫ് റെസിഡ്യൂവൽസ് ഇൻ ടൈം സീക്വൻസ്. അപ്പൊ ഞാൻ ഒന്ന് വായിക്കാം. പ്ലോട്ടിംഗ് റെസിഡ്യൂവൽസ് ഇൻ the time order of data collected is helpful in detecting strong correlation between residuals, a tendency to run of positive and negative residuals in indicative positive correction. Okay, അപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഓർഡറിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കണം. മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് റെസിഡ്യൂൾസും വരും. ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കൂടെ നമുക്ക് പോസിറ്റീവ് റെസിഡ്യൂൾസ് വരും. അപ്പൊ ഇത് വന്നിട്ട് ഒരു ഞാൻ വായിക്കാം. ദിസ് ഇംപ്ലൈസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് അസംഷൻ റിഗാർഡിംഗ് എറർ ഹാസ് ബീൻ വയലേറ്റഡ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് പൊട്ടൻഷ്യലി സീരിയസ് പ്രോബ്ലം ആൻഡ് ദാറ്റ് ഈസ് difficult to correct, so it is important to prevent problem if possible when the data is collected. എന്താ ഇതൊരു വലിയ പ്രോബ്ലം ആണ്. ഓക്കെ, കാരണം എറർ വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു എറർ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് എന്താ പറയാ ഈ ഒരു പ്രോബ്ലം നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നോട്ട്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതുകൂടെ ഒന്ന് കമന്റ് ഇട്ടാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, if data ഇനി അടുത്തത് വരുന്നതാണ് പ്ലോട്ട് ഓഫ് റെസിഡ്യൂൾസ് വേഴ്സസ് അതർ വേരിയബിൾസ്. ഓക്കെ, ഇഫ് ഡാറ്റ ഇസ് കളക്ടഡ് ഓൺ അതർ വേരിയബിൾസ് ദാറ്റ് മൈറ്റ് എഫക്ട് ദ റെസ്പോൺസ്. ഓക്കെ, ദ റെസിഡ്യൂൾ ഷുഡ് ബി പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് ദ വേരിയബിൾ. ഇഫ് നമുക്കിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ വന്നിട്ട് എന്താ പറയുക റെസ്പോൺസിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിഡ്യൂൾസ് വന്നിട്ട് വേരിയബിൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം if the pattern in such residual plot implies variable effects of response, this suggests that the variable should be controlled more carefully in future and included in the analysis. ഇപ്പോൾ വരുന്ന ആ ഒരു വാല്യൂസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് കണ്ടല്ലോ, ഇതിൽ വന്നിട്ട് ഇപ്പൊ നേരെയാണ് റെസിഡ്യൂൾ വന്നിരിക്കുന്നത്. കുത്തുകുത്ത് കണ്ടോ, അത് നേരെ ആയിട്ടായിരിക്കും വരുന്നത്. അതിന്റെ ആ ഒരു വര മീൻസ് ആ ഒരു എന്താ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് വന്നിട്ട് എന്താ ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ ഒരു പിക്ചർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള പിക്ചേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. മീൻസ് ഡൈവർജിങ് ഇവിടെ കൺവെർജിങ്ങും ഈ ഭാഗത്ത് ഡൈവർജിങ്ങും ആണെങ്കിൽ അവിടെ വന്നിട്ട് മീൻസ് അങ്ങനെയാണ് പോയിന്റ്സ് വന്നിരുന്നെങ്കിൽ റെസിഡ്യൂവൽ പോയിന്റ്സ് വന്നിരുന്നെങ്കിൽ അത് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. ബെൽ ഷേപ്പ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല. ഇതുപോലെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന 4ാമത്തെ ഫിഗർ പോലെ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വന്നിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ടൈപ്പ് 1 എറർ ഫോൾസ് പോസിറ്റീവ്, അടുത്തത് വന്നിട്ട് ടൈപ്പ് 2 എറർ ഫോൾസ് നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് എറർ നമുക്ക് നോക്കാം. ടൈപ്പ് 1 എറർ ഫോൾസ് നെഗറ്റീവ്. This occurs when null hypothesis is rejected when it is true. ഇപ്പൊ നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എന്താ ടിയും പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ എഫ് നമ്മൾ പഠിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത്ര നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതിലെല്ലാം നോക്കിയതിൽ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എഴുതുന്ന ഓരോ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് H0ഉം H1ഉം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഈ H1നെ പറ്റിയാണ് ടൈപ്പ് 1 എറർ പറയുന്നത്. ഓക്കെ, അത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ
എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇപ്പം ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് μ1 ഈസ് നോട്ട് ഈക്വൽ ടു μ2 എന്നായിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു μ2 എന്നായിരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഇത് നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും, ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിൽ വേറൊന്നും കൂടെ പറയുന്നുണ്ട്, നമ്മുടെ എന്താ പറയാ, റാൻഡമൈസ്ഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഡിസൈൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഡിസൈൻ, ലാറ്റിൻ സ്ക്വയർ, അതിലെല്ലാം വന്നിട്ട് എന്താ പറയാ, A1 A2 A3 A4 അങ്ങനെ ആയിരിക്കും വരുന്നത് ബ്ലോക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം ഇതിൽ A1 നമ്മൾ നൾ ഹൈപ്പോസിസ് എഴുതുമ്പോൾ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു A4 അങ്ങനെ എഴുതും. ഓക്കെ, ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസിൽ എഴുതുന്നത് the significant factor is not equal to the factors of A എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മീൻസ് അതിന് ആ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ടൈപ്പ് 1 എറർ ആണ്. മെയിൻ ആയിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 0.05 ആണ്, 0.01 ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് സ്റ്റോപ്പിംഗ് എ ടെസ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഇമേജ് ഇൻ എ ബാനർ ബട്ട് സീയിങ് ഡിക്രീസ് ഇൻ മന്ത് ടു മന്ത് കോൺവെർസേഷൻ. ഓക്കെ, അപ്പം ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് ടെമ്പറേച്ചറിലാണ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് പോകുന്നത്, നമ്മൾ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പം എന്താ പറയുക, ടെമ്പറേച്ചർ പെട്ടെന്ന് ഇപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് വന്നിട്ട് എന്താണ്, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവും, ആ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ കൂടും കുറയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത് എന്താ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് അത് റിജക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇംപ്ലിമെന്റിംഗ് ആൻ ഇമേജ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ ബാനറിൽ ഒരു എന്താ പറയാ ഇമേജ് കൊടുക്കും. ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മുഖ്യമന്ത്രി ആരാണ്, പിണറായി വിജയൻ അല്ലെ. പിണറായി വിജയന് പകരം നമ്മൾ അച്യുതാനന്ദ പിക്ചറാണ് അറിയാതെ കൊടുത്തുപോയി. ഓക്കെ, ഒരു സ്ഥലത്ത് കൊടുത്തുപോയി, മറ്റേ സ്ഥലത്തും അതുപോലെ തന്നെ അച്യുതാനന്ദന്റെ പിക്ചർ കൊടുത്തുപോയി. ഓക്കെ, അങ്ങനെ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും, ഇത് വന്നിട്ട് ഒരു ടൈപ്പ് 1 എറർ ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യത്തില്ല, നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഇത് തെറ്റാണെങ്കിൽ കൂടെ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് ദ ടെസ്റ്റ് ഫോൾസ് ടു ഡിറ്റക്ട് ആൻ എഫക്ട് ഈസ് പ്രസന്റ്. ഓക്കെ, ഒരു എഫക്ട് ഉണ്ടെങ്കിലും ആ ഒരു ടെസ്റ്റ് ഫെയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് ടൈപ്പ് 2 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ബീറ്റ and the power is denoted by 1 minus beta, representing the probability of correctly rejecting the false null hypothesis. Okay, example വന്നിട്ട് assuming added social proof messaging. ഓക്കെ, നമ്മളെങ്ങനെ മെസ്സേജ് എന്താ പറയുക, നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾ എന്താ പറയുക സോഷ്യലിൽ മീൻസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മെസ്സേജ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫോൾസ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതോടെ ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് സെൻട്രൽ കമ്പോസിറ്റ് ഡിസൈനിനെ പറ്റി കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്.